പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ന് ദേശീയ രാഷ്ട്രീയം ഉറ്റുനോക്കിയ ഒരു വാർത്താ സമ്മേളനമായിരുന്നു രാഹുൽ ഗാന്ധിയുടേത്. തെളിവുകൾ നിരത്തിയുള്ള സംഭവ ബഹുലമായ വാർത്താ സമ്മേളനം. വോട്ട് ക്രമക്കേടിനെ ഹൈടെക് വെട്ടിനിർത്തലിനെ കുറിച്ചാണ്. ഇതൊരു ഹൈഡ്രജൻ ബോംബ് അല്ല എന്ന പരാമർശത്തോടുകൂടി രാഹുൽ ഗാന്ധി നടത്തിയ വാർത്താ സമ്മേളനം. ചോദ്യം ഇതാണ്: വോട്ട് ചോരി റീലോഡഡ്. തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ പുതിയ പോർമുഖം തുറക്കുകയായിരുന്നു ഇന്ന് യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി. ഗ്യാനേഷ് കുമാറിനെതിരെ പുതിയ തെളിവുകളും സാക്ഷികളെയും നിരത്തിയായിരുന്നു രാഹുലിന്റെ വാർത്താ സമ്മേളനം. നമുക്ക് രാഹുൽ പറഞ്ഞ കാര്യങ്ങൾ ആദ്യം നോക്കാം. ഏറ്റവും പ്രധാനം, വോട്ട് കൊള്ളയ്ക്ക് 101% തെളിവുണ്ടെന്നായിരുന്നു കർണാടകയിലെ അലന്ത് മണ്ഡലത്തിൽ 6018 വോട്ടർമാരെ ആസൂത്രിതമായി നീക്കിയെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞു തുടങ്ങിയത്. വോട്ട് കൊള്ളക്കാരെ സംരക്ഷിക്കുന്നത് ഗ്യാനേഷ് കുമാർ നിർത്തണം. കർണാടക, ഹരിയാന, UP, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ ഒരേ പാറ്റേണിൽ വോട്ട് ചോരി നടന്നു. 4 സംസ്ഥാനങ്ങളിലെ വോട്ട് ചോരിക്ക് പിന്നിൽ ആരെന്ന് രാഹുൽ ഗാന്ധി ചോദിച്ചു. അന്വേഷണത്തിന് കർണാടക CID കത്തു നൽകിയിട്ടും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സഹകരിച്ചില്ല. വോട്ടർ പട്ടികയിൽ നിന്ന് ആളുകളെ നീക്കുന്നത് വ്യക്തികൾ ഒറ്റയ്ക്ക് ചെയ്യുന്നതല്ല, സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് കേന്ദ്രീകൃതമായി നടപ്പാക്കുന്നതാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. ക്രമക്കേട് നടത്തിയത് കർണാടകയ്ക്ക് പുറത്തുള്ള കോൾ സെന്ററുകൾ വഴി. പട്ടികയിൽ നിന്നും ഒഴിവാക്കുന്നതും കൂട്ടിച്ചേർക്കുന്നതും വോട്ടർമാർ അറിയുന്നില്ല. അലന്തിൽ നടന്നതെന്ത് എന്നും രാഹുൽ ഗാന്ധി ഇന്ന് വിവരിച്ചു. 2023 അലന്തിൽ വോട്ടുകൾ നീക്കം ചെയ്യാൻ ചില ശ്രമങ്ങൾ നടന്നു. അന്വേഷിക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധികാരികൾ തന്നെ FIR ഫയൽ ചെയ്യുകയും ചെയ്തു. ഇത്രയും മാത്രമല്ല, ഡിലീറ്റ് ചെയ്തയാളെയും വോട്ട് നഷ്ടപ്പെട്ടയാളുകളെയും വേദിയിൽ എത്തിച്ചേർന്നു. ഇന്ന് അത്യന്തം സംഭവ ബഹുലമായ വാർത്താ സമ്മേളനം രാഹുൽ ഗാന്ധി നടത്തിയത്. ഗോദാബായി എന്ന വൃദ്ധയുടെ പേരിലും വോട്ടുകൾ ഡിലീറ്റ് ചെയ്തിരിക്കുന്നു. അപേക്ഷ കൊടുത്തിട്ടില്ല എന്നും ഒന്നും അറിയില്ല എന്നുമാണ് ഗോദാബായി പറഞ്ഞത്. അതും വാർത്താ സമ്മേളനത്തിൽ ഇന്ന് രാഹുൽ ഗാന്ധി കാണിച്ചു. അപ്പോൾ ഇന്ന് ദേശീയ രാഷ്ട്രീയം ഉറ്റുനോക്കിയ വളരെ പ്രസക്തമായ ഒരു വാർത്താ സമ്മേളനമായിരുന്നു. മാത്രമല്ല, പുതിയ തെളിവുകൾ, വോട്ട് ചോരിയുടെ 2ാം ഘട്ട വാർത്താ സമ്മേളനത്തിൽ പുതിയ തെളിവുകൾ കൂടി പുറത്തുവിടുകയായിരുന്നു രാഹുൽ ഗാന്ധി. ഡൽഹിയിൽ നിന്നും ശരത് ലാൽ ചേരുന്നു ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം. ശരത്ത്, വോട്ട് വെട്ടിനിരത്തലിൽ രാഹുൽ ഗാന്ധി ആരോപണം ഉന്നയിച്ചു. അതിന് പിന്നാലെ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രതികരണം നമ്മൾ കണ്ടു. പിന്നാലെ അമിത്ഷായുടെയും അനുരാഗ് ഠാക്കൂറിന്റെയും പ്രതികരണങ്ങളും നമ്മൾ കേട്ടു. എന്തായാലും ജനാധിപത്യ പ്രക്രിയ അട്ടിമറിക്കപ്പെട്ടു എന്ന് ഏറെക്കുറെ തെളിഞ്ഞിട്ടുണ്ട്. നോക്കൂ, ഇതൊക്കെ തെറ്റാണെങ്കിൽ കർണാടകയിൽ നടക്കുന്ന അന്വേഷണങ്ങളിൽ എന്തുകൊണ്ടാകും ശരത്ത് ഈ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സഹകരിക്കാത്തത്? ഇന്നിപ്പോ വേദിയിൽ സൂര്യകാന്തും ഗോദാബായും ഒക്കെ പറഞ്ഞ് നമ്മൾ കേട്ടതാണല്ലോ. പക്ഷെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിനൊരു ക്ലാരിറ്റി ഇനിയും വരുത്തിയിട്ടില്ല. അപ്പോ ഇത്രയും ഗൗരവമേറിയ വിഷയങ്ങളൊക്കെ വരുമ്പോൾ, ഇത് മാത്രമല്ല, നേരത്തെയും രാഹുൽ ഗാന്ധി തന്നെ ഉന്നയിച്ച നിരവധി ആരോപണങ്ങളുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട്. അപ്പോ ഇങ്ങനെ മറുവാദം ഉയർത്തി പോകാതെ ഒരു സുതാര്യത ഉറപ്പാക്കാൻ, കൃത്യമായൊരു വിശദീകരണം നൽകാൻ എന്തുകൊണ്ടാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാകാത്തത്? ഇതിനൊപ്പം തന്നെ ഇന്നത്തെ രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനം, അതിനെ എങ്ങനെയാണ് ഇന്ത്യൻ രാഷ്ട്രീയം വിലയിരുത്തേണ്ടത് ശരത്ത്? ഗുഡ് ഈവനിങ് സേതുലക്ഷ്മി. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്താ സമ്മേളനമാണ് രാഹുൽ ഗാന്ധി ഇന്ന് നടത്തിയത്. 10 മണിക്ക് നടത്തുമെന്ന 1 മണിക്കൂർ വൈകി നടന്ന പത്രസമ്മേളനത്തിൽ വളരെ പ്രധാനപ്പെട്ട ആരോപണങ്ങൾ തന്നെയാണ് അദ്ദേഹം ഉന്നയിച്ചത്. വളരെ നാടകീയമായ രീതിയിൽ തന്നെ പരാതിക്കാരെ വേദിയിലെത്തിച്ച് മാധ്യമങ്ങളുമായി സംവദിക്കാനുമുള്ള അവസരം കൂടി ഒരുക്കിക്കൊണ്ടായിരുന്നു പത്രസമ്മേളനം. വളരെ പ്രധാനപ്പെട്ട കാര്യം, ഈ പ്രാവശ്യവും കർണാടകയിൽ നിന്നുള്ള അലന്ത് നിയമസഭാ മണ്ഡലത്തിൽ 6018 വോട്ടർമാരെ ഓൺലൈൻ വഴിയായി വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കി എന്നുള്ള ആരോപണമാണ് അദ്ദേഹം തെളിവുകൾ സഹിതം, അല്ലെങ്കിൽ അങ്ങനെ ഒഴിവാക്കപ്പെട്ട 2 പേരെ സഹിതം വേദിയിലെത്തിച്ച് നടത്തിയത്. അതിൻ്റെ ആ കാരണങ്ങൾ അദ്ദേഹം മറ്റൊരു കാര്യം കൂടി ചെയ്തു. അതേസമയം മഹാരാഷ്ട്രയിലേക്ക് പോകുമ്പോൾ രാജുര എന്ന നിയമസഭാ മണ്ഡലത്തിൽ 6000-ന് മേലെ വോട്ടുകൾ ചേർക്കപ്പെട്ടു എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഒരു സ്ഥലത്ത് വോട്ടുകൾ തിരഞ്ഞുപിടിച്ച ഒഴിവാക്കുക, മറ്റൊരു സ്ഥലത്ത് വോട്ടുകൾ ചേർക്കുക തുടങ്ങിയ ഈ തരത്തിലുള്ള 2 കാര്യങ്ങളാണ് ഇന്ന് അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിൽ പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടിയത്. വളരെ പ്രധാനപ്പെട്ട ആരോപണമാണ് ഈ കർണാടകയിലെ അലന്ത് മണ്ഡലത്തിലുള്ളത്. ഈ അലന്ത് മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധിയുടെ ആരോപണം, അല്ലെങ്കിൽ അദ്ദേഹം
ഉയർത്തിക്കാട്ടിയിരിക്കുന്നത് അലന്ത് മണ്ഡലത്തിൽ കേന്ദ്രീകൃതം, അതായത് ബൂത്ത് ലെവൽ കോൺഗ്രസിന് സ്വാധീനമുള്ള ബൂത്തുകളിൽ ആദ്യത്തെ പേരുകളിൽ തന്നെ ഈ വെട്ടിമാറ്റൽ നടക്കുന്നു എന്നുള്ളതാണ്. ഇത് സംസ്ഥാനത്തിന് പുറത്തുള്ള ഏജൻസ് കോൾ സെന്റേഴ്സും അതേപോലെ തന്നെയുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് നടത്തിയതെന്നാണ് അദ്ദേഹം ആരോപിച്ചത്. ഇതുമാത്രമല്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് സംബന്ധിച്ച പരാതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിനോട് വിശദീകരണം തേടി, അല്ലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് 18 തവണ കർണാടക CID 18 തവണ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഇത് സംബന്ധിച്ച IP അഡ്രസ്സിൻ്റെ വിവരങ്ങൾ, അല്ലെങ്കിൽ ഏത് മൊബൈലിൽ നിന്നാണ്, അല്ലെങ്കിൽ എവിടെ നിന്നാണ് തുടങ്ങിയ വിശദ വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആരാഞ്ഞിരുന്നു എന്നും അദ്ദേഹം വളരെ വ്യക്തതയോട് തന്നെ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. ഒരാഴ്ചക്കകം ഇതിന് മറുപടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടില്ലെങ്കിൽ അത് ജനങ്ങളിലേക്ക് ഇറങ്ങും താൻ എന്നു തന്നെ ഒരു മുന്നറിയിപ്പും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകാൻ അദ്ദേഹം തയ്യാറായി. സേതുലക്ഷ്മി, ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇന്നും ഈ വോട്ട് ചോരി രണ്ടാമത്തെ പത്രസമ്മേളനവും ദേശീയ രാഷ്ട്രീയത്തിൽ ശക്തമായ ചലനം സൃഷ്ടിച്ചു എന്നത് തന്നെയാണ് ഇത് സംബന്ധിച്ച BJP-യിൽ നിന്നും മറ്റു പാർട്ടികളിൽ നിന്ന് വരുന്ന പ്രതികരണങ്ങളെ നമ്മൾ വിലയിരുത്തുമ്പോൾ കാണുന്നത്. 1 മണിക്ക്, അതായത് 12:15 പത്രസമ്മേളനം കഴിയുന്നതോടെ തന്നെ 1 മണിക്കുള്ള പത്രസമ്മേളനത്തിൽ അനുരാഗ് താക്കൂർ ഇതിനെയൊക്കെ വിമർശിക്കുകയും രാഹുൽ ഗാന്ധി പത്രസമ്മേളനം നടത്തി 15 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിഷേധക്കുറിപ്പ് പുറത്തിറങ്ങുകയും ചെയ്തു. ഇതൊക്കെ കാണുന്നത് ദേശീയ രാഷ്ട്രീയത്തിൽ രാഹുൽ ഗാന്ധി തുറന്നുവെച്ച അല്ലെങ്കിൽ ഉന്നയിച്ച വാദങ്ങളല്ലേ ചർച്ചാ വിഷയമാകുന്നു എന്നാണ്. വളരെ പ്രധാനമായി അദ്ദേഹം മറ്റൊരു കാര്യം കൂടി വ്യക്തമാക്കി. താനല്ല ഈ ജനാധിപത്യത്തെ സംരക്ഷിക്കേണ്ടത് സംവിധാനമാണ്, എന്നാൽ സംവിധാനം അത് ചെയ്യുന്നില്ല, ഭരണഘടനയ്ക്ക് വേണ്ടി പറയാനുള്ളതും ഉയരുന്ന ഒരു ആശങ്ക തന്നെയാണ്. ഈ പറയുന്നത് പോലെ ഒരു രാജ്യത്തിന്റെ തിരഞ്ഞെടുപ്പ് സംവിധാനത്തെ ജനാധിപത്യ പ്രക്രിയയിൽ സുതാര്യത ഉറപ്പാക്കാനുള്ള ബാധ്യത അത് ഇവിടുത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷന് ഉള്ളതാണ്. നേരത്തെയും ഒക്കെ തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഈ വോട്ട് ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ആരോപണങ്ങളൊക്കെയും ഉന്നയിക്കപ്പെട്ട സമയത്തും തെളിവുകൾ പുറത്തുവിട്ടുള്ള ആരോപണങ്ങൾ വരുമ്പോഴും ഒരു മറുവാദം ഉന്നയിച്ച് ഒന്ന് പ്രതിരോധിച്ച് പോകുന്നതല്ല. ഇതിലൊരു കൃത്യത വരുത്താനോ അതല്ലെങ്കിൽ ഒരു വിശദീകരണത്തിനോ ഒന്നും ഇനിയും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറായിട്ടില്ല. ഈ വരും ദിവസങ്ങളിലെങ്കിലും ഇതിലൊക്കെ ഒന്ന് ഇടപെട്ട് എന്താണ് നടന്നത് എന്നുള്ളൊരു കാര്യത്തിൽ വ്യക്തത വരുത്തും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.